മോള് ആർക്കിടെക്ചറാ ഓക്കെ, പഠിച്ചത്. ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടില് ഉള്ള ആ ഒരു രീതി അത് തെറ്റാണെന്നുള്ളതല്ല. വളരെ നല്ല ടീച്ചേഴ്സും ഉം. നമുക്ക് പേഴ്സണലി നമ്മൾ നല്ല രീതിയില് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചേഴ്സൊക്കെ തന്നെയാണുള്ളത്. ഓക്കെ. പക്ഷെ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഉം. അവരുടെ ഒരു ആർക്കിടെക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ തിയറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കുന്നു. ഉം. അവര് വരച്ച് തന്നെ കാണിച്ച് അങ്ങനെ അങ്ങ് ഓ. പോകുന്നു. പിന്നെ തിയറി പേപ്പേഴ്സിന്റെ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഉം. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഓ. ഇത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ഉം. അവര് ഓരോ പ്രൊജക്റ്റ് കൊടുക്കുക. ആ ഒരു പ്രൊജക്റ്റ് വൈസ് ആണ് അവര് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായോ? അപ്പൊ ഉം, ഉം, അതിന്റെ ഉം. വെച്ചിട്ടൊരു ഗ്രേഡിംഗ് സിസ്റ്റം ആണ് അവർക്ക് വരുന്നത്. അല്ലാതെ ഓക്കെ, അവര് ഓക്കെ. ഇങ്ങനെ ഇരുന്ന് എക്സാം എഴുതേണ്ട ഒരു സാധനം വരുന്നില്ല അവർക്ക്. കാര്യം ഇത് പ്രാക്ടിക്കലി അവര് ചെയ്യേണ്ട ഒരു കാര്യല്ലേ. അതെ. അപ്പൊ ഓരോ കാര്യങ്ങൾക്കും അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ഉം, 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 ഉം. ആ ഒരു കരിക്കുലത്തിനകത്തുള്ള ഒരു ചേഞ്ച് ആണത്. ശരി, ഇപ്പൊ ശരി. നമ്മൾ ഇനിയും ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരികയാണ്. ഇപ്പൊ ആ ഒരു വന്നോണ്ടിരിക്കുന്നു. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസിന്റെ ഒരു സിസ്റ്റം വരുമ്പോ സ്റ്റാർട്ട് നമ്മൾ ചെയ്തു. അതിനകത്തൊക്കെ ഒരു വ്യത്യാസങ്ങൾ നമ്മുടെ കരിക്കുലത്തിലും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഓക്കെ. ആ ഒരു രീതിയുടെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രീഡം ആ സാധനാണ് മെയിൻലി പിള്ളേര് അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണം. അട്രാക്ട് ചെയ്യുന്ന ഒരു അതെ, അതെ. മേജർ പിന്നെ ഫാക്ടർ. അങ്ങ് വേറൊരു രാജ്യം അവിടെ പോയി സെറ്റിൽ ആവാം എന്നുള്ള ആ ഒരു ആഗ്രഹം. ശരിക്കും യുജി കോഴ്സുകൾക്ക് പോകുന്നതിനേക്കാളും പിജി കോഴ്സുകൾക്ക് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്.